ആക്കാം. ഓക്കെ, സോ ഡീകോഡർ. ഓക്കെ, സോ ഡീകോഡറും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 8:3 അതുപോലെ 3:8 പോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് ഡീകോഡറിന് ഉണ്ടെന്ന് ഓൾറെഡി ഡിജിറ്റലി നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് അല്ലേ. 2:4 ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് പോസിബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇൻ ദിസ് കേസ് ഡീകോഡർ ഓർക്കുന്നില്ലെങ്കിൽ n:2n എന്നുള്ളതാണ് വരേണ്ടത്. n ഇൻപുട്സ് ആണെങ്കിൽ 2n ഔട്ട്പുട്സ് ആണ് ഡീകോഡറിന്റെ കേസിൽ വരേണ്ടത് അല്ലേ. സോ ഇതെല്ലാം നമ്മൾ ഡിജിറ്റലി പഠിച്ചിരിക്കുന്നതാണ്. അതിനകത്തൊന്നും ഇപ്പം നിലവിൽ 3:8 മാത്രമാണ് എടുക്കുക. ബട്ട് ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ബാക്കിയുള്ളതിൻ്റെ ഫിഗറോ അല്ലെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് അല്ലെങ്കിൽ ഇക്വേഷനോ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നും നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ അതൊന്ന് ബ്രഷപ്പ് ചെയ്യുക എക്സാമിന് മുന്നേ, കാരണം ഇത് മാത്രമേ ചോദിക്കാവുള്ളൂ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. Okay, so in this case 3 inputs and 8 outputs. So inputs A2, A1, A0, outputs എന്ന് പറയുന്നത് Y0, Y1 up to Y7. So this is the corresponding diagram which we have already studied in digital electronics. So A2 ആണ് ഇവിടുത്തെ MSB, which is ഇൻപുട്ടിൻ്റെ അകത്തെ MSB, ഔട്ട്പുട്ടിൻ്റെ അകത്തെ MSB എന്ന് പറയുന്നത് Y02 ആൻഡ് LSB എന്ന് പറയുന്നത് Y7 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയേക്കുന്നത്. സോ ഈ ഒരു ട്രൂത്ത് ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണക്ഷനാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. കണക്ഷൻ ഒന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഡിജിറ്റൽ നമ്മൾ പഠിച്ചതാണ്. സോ സ്ട്രക്ചറൽ മോഡലിങ്ങിനകത്ത് ബേസിക്കലി വി നീഡ് ദിസ് ഡയഗ്രാം അല്ലേ. സോ ഓൾറെഡി പ്രോഗ്രാം എഴുതാൻ അറിയാവുന്നവർ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ടയിലേക്ക് പ്രോഗ്രാം എഴുതി തുടങ്ങിക്കൊള്ളുക. അറിയത്തില്ലാത്തവർ ജസ്റ്റ് അവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി അറിയാം മൊഡ്യൂളിന് ദെൻ ദ ലിസ്റ്റ് ഓഫ് പോർട്സ്. ഓക്കെ, സോ ലിസ്റ്റ് ഓഫ് പോർട്സ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏനെ വേണമെങ്കിൽ വെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ 3 എണ്ണം മാത്രമേ ഉള്ളതുകൊണ്ട് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ തെറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഞാനിപ്പോൾ നിലവിൽ ഏനെ വെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്യാത്തത്. ഓക്കെ, സോ A2, A1, A0, ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എവിടെ നിന്നിട്ടാണ് Y0 അപ് ടു Y7 8 ഔട്ടുണ്ട്. സോ അത് മൊത്തം നമുക്ക് ഓരോന്നായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ഐഡിയൽ ടു ഡിക്ലെയർ ഇറ്റ് ആസ് എ വെക്ടർ. 4 എണ്ണം വരെയൊക്കെ ഓക്കെ. 8 എണ്ണം വരുന്ന കോമ്പിനേഷൻ എവിടെയെങ്കിലും മക്സോ ഡിമക്സ് എൻകോഡർ ഡീകോഡർ എവിടെ വന്നാലും നമ്മളതിനെ വെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വെക്ടർ ഡിക്ലറേഷനും കൂടി ഒന്ന് പഠിക്കുക, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രോഗ്രാം എഴുതുന്ന സമയത്ത്. ഒത്തിരി നീട്ടി നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, സോ ഹിയർ വൈനെ ഞാൻ വെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ വൈ എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. ദെൻ വി ഹാവ് ടു ഡിക്ലെയർ വിച്ച് among these variables are the inputs and which among these variables are the output ports. Okay, so in this case A2, A1, A0 are my inputs and Y0 to Y7. അപ്പോൾ ഞാൻ y നെ വെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതുകൊണ്ട് ആ വെക്ടർ ഡിക്ലറേഷൻ ഈ കൂട്ടത്തിൽ തന്നെ നടക്കണം. സോ ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം Y0 എന്ന് പറയുന്നതിൻ്റെ MSB, Y7 എന്ന് പറയുന്നതിൻ്റെ LSB എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നെക്സ്റ്റ് ഡിക്ലറേഷൻ. ഇപ്പം തൊട്ട് മുമ്പത്തെ നമ്മുടെ എൻകോഡറിൻ്റെ കേസ് നമുക്ക് വയർ ഡിക്ലറേഷൻ ആവശ്യമില്ലായിരുന്നു അല്ലേ. കാരണം ഡയറക്റ്റ്ലി നമ്മളാ പറഞ്ഞ ഇൻപുട്ട് പോർട്ടുകളോ ഔട്ട്പുട്ട് പോർട്ടുകളോ അല്ലാതെ ഗേറ്റിൻ്റെ സം അതർ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നില്ലായിരുന്നു. ബട്ട് ഇൻ ദിസ് കേസ് നമുക്ക് വയർ ഡിക്ലറേഷൻ വേണ്ടി വരുന്നുണ്ട്. കാരണം ഈ ഫസ്റ്റത്തെ ഗേറ്റ് തന്നെ എടുത്തു നോക്കിയോ. ഇതിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നോട്ട് ഓഫ് A2 ആണ്. നോട്ട് ഓഫ് A2 തൽക്കാലം നമ്മൾ വേരിയബിൾ പേരുകളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ നിലവിൽ ഇപ്പം ഈ പറഞ്ഞ A0 to A2, Y0 to Y7 അല്ലാതെ എനിക്ക് ഏതെങ്കിലും വയറുകൾക്ക് ശരിക്കുള്ള കണക്ഷനുകൾക്ക് പേര് കൊടുക്കണമെങ്കിൽ അതിനെ വയർ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. സോ ഇൻ ദിസ് കേസ് ഉറപ്പായിട്ടും ഇത് ഈ ഒരു A2ൻ്റെ നോട്ട് ഇതിനെ നമ്മൾ വയറായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഈ A1ൻ്റെ നോട്ടായിട്ട് ഔട്ടായി പൊയ്ക്കൊണ്ടിരിക്കുന്ന വയറിനെ നമ്മൾ വയർ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യണം. ദെൻ ഈ A0 എന്ന് പറയുന്നത് A0യുടെ ഔട്ട്, ഈ നോട്ടിൻ്റെ ഔട്ടായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ കണക്ഷനെയും കൂടെ നമ്മൾ വയറായിട്ട് ഡിക്ലെയർ ചെയ്യണം. സോ ഇപ്പോൾ തൽക്കാലം ഞാനതിനെ A2ൻ്റെ നോട്ടിനെ A2n എന്നും A1ൻ്റെ നോട്ടിനെ A1n എന്നും A0 നോട്ടിനെ ഈ വയറിനെ അല്ലെങ്കിൽ ഈ ഒരു ലൈനിനെ A0n എന്നും വിളിക്കുകയാണ്. ഇത് തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഈ ഇപ്പം നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന പേരല്ലാതെ ഏതെങ്കിലും പേര് കൊടുക്കാം. ഓക്കെ, സെയിം വേരിയബിൾ പോർട്ടിൽ ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന പേരുകൾ കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ XYZ എന്നോ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പം ഈ പോർട്ടിൽ ഉപയോഗിച്ചതല്ലാതെ ഏതെങ്കിലും ഇഷ്ടമുള്ള വേരിയബിളിനെയും കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഇനി ജസ്റ്റ് എത്ര ഗേറ്റുകളുണ്ടോ അത്രയും പ്രോഗ്രാം ലൈൻസ് ആയിരിക്കും ഇനി വരിക എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആദ്യത്തെ നോട്ട് ഗേറ്റ് ഒന്ന് എടുത്ത് നോക്കാം. സോ ഗേറ്റ് ലേബൽസ് കൊടുത്താൽ നല്ലതായിരിക്കും, കൊടുത്തില്ലെങ്കിലും സാധനം വർക്ക് ചെയ്യും. നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം ഗേറ്റ് ലേബൽ കൊടുത്തിട്ടില്ല. ഗേറ്റ് ലേബൽ എഴുതി കൊടുക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിലും തെറ്റില്ല. സോ നോട്ട് ഗേറ്റ് ലേബൽ കൊടുക്കുമായിരുന്നെങ്കിൽ സ്പേസ് കഴിഞ്ഞിട്ട് വേണം. ഇപ്പോൾ ഇതിനെ G1 എന്ന് വിളിച്ചായിരുന്നെങ്കിൽ നോട്ട് സ്പേസ് G1 ദെൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഔട്ട്പുട്ട് എന്താണ്. സോ ഇതിൻ്റെ ഔട്ട് എന്താണ്, ഇതിൻ്റെ ഔട്ട്പുട്ടിനെ ഇപ്പോൾ ഞാൻ നിലവിൽ വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് A2ൻ്റെ നോട്ടിൻ്റെ ഈ ലൈനിനെ ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് ഇവിടെ A2n ആണ്. സോ
ഈ നോട്ടിന്റെ ഔട്ട് എന്ന് പറയുന്നത് A2n, ഇറ്റ്സ് ഇൻപുട്ട്. ഒറ്റ ഇൻപുട്ട് ഉള്ള നോട്ട് ഗെയിൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. സോ വിച്ച് ഈസ് ഇൻ ദിസ് കേസ് A2. സോ ഔട്ട്പുട്ട് ഇൻപുട്ട്. സിമിലർലി അടുത്ത നോട്ട് എടുക്കുമ്പോൾ ആദ്യം ഔട്ട്പുട്ട്. സോ ഇൻ ദിസ് കേസ് A1n, ദ ഇൻപുട്ട് വിച്ച് ഈസ് A1. സിമിലർലി മൂന്നാമത്തെ നോട്ട് ഗേറ്റ് എടുത്തു കഴിയുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A0n, ദ ഇൻപുട്ട് വിച്ച് ഈസ് A0. അതേപോലെ ബാക്കിയുള്ള ഗേറ്റുകളും, ബാക്കിയുള്ള 8 ആൻഡ് ഗേറ്റുകൾ. ഇപ്പോൾ ഒരു ആൻഡ് ഗേറ്റ് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഫസ്റ്റത്തെ ആൻഡ് ഗേറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട് എന്ന് പറയുന്നതാണ് ആദ്യം എഴുതേണ്ടത്. Y0, ദ ഇൻപുട്ട്. ഇൻപുട്ട് ഇപ്പോൾ ആദ്യത്തെ കേസിൽ A2n, രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് A1n, മൂന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് A0n. ഇനി ഒരെണ്ണം കൂടെ നടുക്കത്തെ ഒരെണ്ണം എടുത്ത് നോക്കാം. ഓക്കെ, സോ അതാ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇത് Y0 എന്ന് പറയുന്നത് ഇവിടെ Y0, കാരണം വെക്ടർ ഡിക്ലറേഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ദെൻ ഹിയർ ദിസ് Y4 കൂടി ഒന്ന് നോക്കാം. ഈ ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട് ഒന്ന് നോക്കാം. സോ ഇതിന്റെ ഔട്ട് എന്ന് പറയുന്നത് Y4. അതിന് നമ്മൾ വെക്ടർ ഡിക്ലറേഷൻ ആയതുകൊണ്ട് ഇത് ഇവിടെ ഈ ഒരു ലൈനിൽ നോക്കിയേ, ഈ ലൈനിൽ എഴുതിയിരിക്കുന്നത്. സോ Y4, ദെൻ അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, A2, അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് A1n, അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് A0n. Y4, A2, A1n, A0n. ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെയാണ് എഴുതുന്നത്. ഇന്നത്തെ ഒരെണ്ണം നമുക്ക് എഴുതാൻ അറിയാമെങ്കിൽ സത്യം പറഞ്ഞാൽ ബാക്കി എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, സോ ഇത് കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് പറയാമോ? 3:8 ഡീകോഡറിന്റെ സ്ട്രക്ചറൽ മോഡലിംഗ്.